ഹേ ഗായ്സ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇന്ന് ട്യൂസ്ഡേ ആണ്. ഇന്നെന്താ ട്യൂസ്ഡേ? 23rd. ഇന്ന് ട്യൂസ്ഡേ ആണ്, 23rd ജൂൺ. നല്ല ചൂട്, നല്ല വെയിൽ, നോട്ട് സോ ഗ്രേറ്റ് ഹെൽത്ത് വൈസ്. സാറ്റർഡേ പോയിട്ട് വന്നതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല, നല്ല ക്ഷീണമാണ്. ഇപ്പോൾ രാവിലെ ഞങ്ങൾക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ അത് ഫിനിഷ് ചെയ്തിട്ട് വന്നു. ഇപ്പം വൈകക്കുട്ടി വന്നിട്ടുണ്ട് സ്കൂളിൽ നിന്ന്. ഇന്നിപ്പം 11 മണി വരെ ഉള്ളായിരുന്നു സ്കൂള്. ഇവിടെ ഭയങ്കര ചൂട് കൂടിയും കൊണ്ട് സ്കൂളുകൾക്കൊക്കെ ഹാഫ് ഡേ ആണ്, 11 o'clock വരെ ഉള്ളൂ കേട്ടോ ഈ ആഴ്ച. സോ അവള് സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ വ്ളോഗ് കാണുമ്പോൾ ഓൾറെഡി ജൂണൊക്കെ കഴിഞ്ഞ് കാണും. ലാസ്റ്റ് വീക്ക് എനിക്ക് അങ്ങനെ ഒത്തിരി വീക്ക്ലി വ്ളോഗ് ഇടാൻ പറ്റിയില്ല. മൺഡേ ഞാൻ ട്രാവൽ വ്ളോഗിൻ്റെ ഒരു പോർഷനാണ് ഇട്ടത്. അപ്പോൾ ഇനിയും ട്രാവൽ വ്ളോഗിൻ്റെ എപ്പിസോഡ്. ഇപ്പം ഇതാ വൈകക്കുട്ടി വന്നു. അവൾക്ക് സ്കൂൾ ട്രിപ്പ് ഉണ്ട് 29th ജൂൺ തൊട്ട് ഫസ്റ്റ് വീക്ക് ഓഫ് ജൂലൈ വരെ, ലൈക്ക് 5 days സ്കൂൾ ട്രിപ്പാണ്. കംപ്ലീറ്റ്ലി 5 days വീട്ടിൽ കാണില്ല. അപ്പോൾ ആ സ്കൂൾ ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് പോവാണ്. ഒരാൾ കറുത്ത് ഫുൾ ടാൻ ആയിട്ട് വന്നിട്ടുണ്ട് വെയിലത്ത്. അപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. കൂടാതെ ലാസ്റ്റ് മൺഡേ എനിക്ക് വീക്ക്ലി വ്ളോഗ് ഇടാൻ പറ്റില്ല. ബട്ട് നമ്മൾ റൈൻ ഫോൾസിൽ പോയ ഒരു ട്രാവൽ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ വ്ളോഗ് കാണുമ്പം ഓൾറെഡി ജൂലൈ ആയി കാണും, ഫസ്റ്റ് വീക്ക് ഓഫ് ജൂലൈ ആയിരിക്കും. പക്ഷേ എനിക്ക് ടൈം കിട്ടുന്നില്ല എഡിറ്റ് ചെയ്തൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങളുണ്ട് നടക്കുന്നുണ്ട്. ബട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വ്ളോഗ്സും വീഡിയോസും ഷോർട്സൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് തരിക. ഇപ്പം ഞങ്ങൾ പോകുന്നത് നമ്മുടെ ആക്ഷനിലോട്ടാണ് ഗൈസ്. ആക്ഷനിൽ വൈകക്കുട്ടിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ കൂടെ പോകാമെന്ന് വിചാരിച്ചു. വീട്ടിലിറങ്ങിയില്ല, പോകുന്ന വഴിയാണ്. അപ്പം നല്ല ചൂടപ്പം ദാഹിക്കണം. അപ്പം ഞാൻ പറഞ്ഞു ഷീനേട്ടൻ്റെ അടുത്ത് എനിക്ക് എന്തെങ്കിലും തണുത്ത ജ്യൂസ് എന്തെങ്കിലും വേണമെന്ന്. അപ്പം അതും കൂടെ മേടിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ പോയിട്ട് വരട്ടെ ഗൈസ്. വൈകക്കുട്ടിയുടെ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് August 5th സ്കൂൾ അടയ്ക്കും. പക്ഷേ ഞങ്ങൾ July 21st നാട്ടിൽ പോവാണ്. അപ്പോൾ ഇനി ഒരു 4-5 ആഴ്ചയും കൂടെ ഉണ്ട്, 4 ആഴ്ച പ്രിസൈസ്ലി. അപ്പോൾ അതിനുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. സോ ഇപ്പോൾ നമ്മൾ ആക്ഷനിൽ വന്ന അവളുടെ സ്കൂൾ ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ആക്ഷനിൽ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചു. പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്, അവിടെ തിരക്കായിപ്പോയി. അപ്പം ഞങ്ങൾ ലിഡിൽ വന്ന കേട്ടോ ഗ്രോസറി മേടിക്കാൻ. നാളെ ഞങ്ങൾക്ക് ഫുഡ് കാർട്ട് ഉണ്ട് ഹെർസോയിൽ. അപ്പം നാളെ ഞങ്ങൾ മൊഹബത്ത് കാ ഷർബത്ത് കൊടുക്കുന്നുണ്ട്. ചൂടല്ലേ, ആദ്യമായിട്ട് ഞങ്ങളുടെ ഫുഡ് ട്രക്കിൽ മൊഹബത്ത് കാ ഷർബത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് വന്നതാണ്. ലിഡിലെ വിശേഷങ്ങളൊക്കെ എന്ത് കാണിക്കാനാണ്, നല്ല ചൂട്. എത്രയും പെട്ടെന്ന് ഇടുന്ന സാധനങ്ങൾ മേടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോകണം. ഇന്ന് വൈകിട്ട് എനിക്കൊരു പ്രൊഡക്റ്റ് ഷൂട്ടൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ വിശാൽ വീട്ടിൽ വരുന്നുണ്ട്. ഇത് കണ്ടില്ലേ ഗൈസ്, ഇപ്പോൾ ഇവിടെ ചെറിയുടെ സീസൺ ആട്ടോ. ധാരാളം ഇങ്ങനത്തെ റെഡ് ചെറീസ് കിട്ടും. ഒരു 2 മാസം നല്ലതായിട്ട് ഇത് കിട്ടും കേട്ടോ. 2 മാസം കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ സീസൺ പോവും. ഈ പ്രാവശ്യം എനിക്ക് നാട്ടിൽ കൊണ്ടുപോകണമെന്നുണ്ട്. മമ്മിക്കും പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നാട്ടിൽ അവരിതൊന്നും അവിടെ കിട്ടാത്ത സാധനമല്ലേ. അപ്പം ഈ പ്രാവശ്യം സീസൺ ആയും കൊണ്ട് കൊണ്ടുപോകണമെന്നുണ്ട്. ഇപ്പോൾ ഇത് കഴിഞ്ഞിരിക്കുക കേട്ടോ. രാവിലെ വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം കിട്ടും. ഇത് കണ്ടില്ലേ, എനിക്ക് ഒരു ജ്യൂസ് വേണം. ഞാൻ പോയിട്ട് ചെയ്യട്ടോ, ജ്യൂസ് എടുക്കട്ടെ. നാരങ്ങ 4-5 എണ്ണം ഉണ്ട്, കുറച്ച് മേടിച്ചോളൂ. ഇത് വാട്ടർമെലൺ അല്ലേ? വൈകക്കുട്ടി അവിടെ ഏതാണ്ട് കണ്ട് അവൾക്കത് വേണം. എനിക്കറിയാം അവൾക്ക് എന്താ വേണ്ടതെന്ന്. സൂഷി ആയിരിക്കും. എനിക്ക് മസ്റ്റ് മെലനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കൊരു സ്മൂത്തി മേടിക്കട്ടെ ഗൈസ്. ഇത് ബനാന മാംഗോ ആണ്. ഇത് മേടിക്കാം. എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കണം. ഇതെല്ലാം ഒരെണ്ണം മേടിക്കണം. വേറെ ജ്യൂസൊന്നും ഞാൻ കാണുന്നില്ല, ഫ്രഷ് ജ്യൂസ് കുടിക്കാൻ. വേറെ ഒന്നുമില്ല. ഉണ്ണിക്ക് വേണം ഇത്? അമ്മ ഇതെല്ലാം ഒരെണ്ണം മേടിക്കാം. സ്മൂത്തിയാ.
ഇവിടെ വെച്ചോ. നിനക്കിതിൽ ഈ ജ്യൂസ് വല്ലതും വേണോ? ഞങ്ങളേ വണ്ടിയും കൂടെ ക്ലീൻ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടില്ലേ നമ്മുടെ കാറ് പിന്നെ ഈ ചെറിയ 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 ഇൻസെക്ട്സ് ഒക്കെ ഇല്ലേ വന്ന് അടിച്ചിട്ട് കണ്ടോ ഇങ്ങനെ മരിച്ചിരിക്കുക ആയിരുന്നു. സോ ഇതൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് വന്ന നോർമൽ വാഷിൽ അത് ക്ലീൻ ആവില്ല. അപ്പോൾ ഞങ്ങൾ പ്രഷർ വാഷ് തന്നെയാണെന്ന് വിചാരിച്ചു. സൂപ്പർ വാഷ്. പാട് പോണില്ല എന്നിട്ടും ഇത്രേ ഇതാക്കിട്ടല്ലേ. There's gonna be more things. It's gonna go. Don't worry. Oh my god, is it gonna go on us? ഇത് ക്ലീൻ ആവണം. നമ്മുടെ ഫ്രണ്ടിലെ എല്ലാം അഴുക്കായിട്ടായി. It's like a tornado. എന്നിട്ടും പാടുണ്ട്. ഈ പാടൊക്കെ പോകുന്നില്ല. കണ്ടോ ഈ പാട് കണ്ടോ ഗൈസ്? ഇത് പ്രാണി വന്ന് അടിച്ച് ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. അത് പോണം. അവിടെ അതൊന്നും പോയില്ല. അത് പോണെങ്കിൽ കുറച്ച് പാടാണ്. അത് നമ്മൾ അന്നേ അടുത്ത ദിവസം തന്നെ വന്ന് കഴുകണമായിരുന്നു തോന്നുന്നു. ഓ ഇറ്റ്സ് നോട്ട് ഗോയിങ്, സ്റ്റിൽ നോട്ട് ഗോയിങ് ഗൈസ്. അത് പോയിട്ടേ ഇല്ല. പക്ഷെ ഇപ്പോഴും ആ പാടുണ്ട്. നല്ല ബ്രൈറ്റ് സണ്ണി ഡേ ആണ്. രാവിലെ 7:30 കഴിഞ്ഞു. ഞങ്ങളുടെ ഫുഡ് ട്രക്കും കൊണ്ട് ഹെർസോൽ പോവാണ്. ഇന്ന് ഞങ്ങളുടെ ഫുഡ് കാർട്ടിംഗ് ഉള്ള ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ യൂഷ്വൽ സ്പോട്ട് എവറി വെനസ്ഡേ ഉള്ള ഹെർസോഗ് നാറയിൽ ഞങ്ങളുടെ സിറ്റിയിൽ തന്നെ അങ്ങോട്ട് പോവാണ്. നല്ല ചൂടാ. ഐ ഡോണ്ട് നോ ഹൗ വി ആർ ഗോയിങ് ടു മാനേജ് ടുഡേ. ബട്ട് ഇപ്പം നമ്മുടെ ജോബാണല്ലോ. സോ നമ്മൾ പോവാണ് അങ്ങോട്ട്. ഗായ്സ് അങ്ങനെ ഒരാഴ്ചത്തെ കൊടും ചൂടിന് ശേഷം നല്ല മഴ മൂടി മഴത്തുള്ളി ഇടുന്നുണ്ട് ഗൈസ്. അടിപൊളി. നല്ല കാറ്റുണ്ട്. നല്ല കാലാവസ്ഥയായി. ഒരാഴ്ച ഭയങ്കര കേട്ടില്ലേ? അടിപൊളി. ഒരാഴ്ചത്തെ ഭയങ്കര ചൂടെന്ന് വെച്ചാൽ പൊള്ളിപ്പോകുന്ന ചൂടായിരുന്നു. ആ ചൂടിന് ശേഷം അടിപൊളിയായിട്ട് മഴ പെയ്യുന്നു. ഇപ്പോൾ രാത്രി 8 മണിയായി. ഇന്ന് സൺഡേ ആണ്. 29th ജൂണാന്ന് തോന്നുന്നു. ഞങ്ങൾ ഇങ്ങനെ കാർപ്പറ്റൊക്കെ പുറത്ത് വെയിലത്തെടുത്തിട്ടേക്കുമായിരുന്നു. ഒന്ന് വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട്. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്നായിരുന്നു കാറ്റടിച്ച് വാതിലൊക്കെ അടിഞ്ഞ് സൗണ്ട് കേട്ടിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയത്. അപ്പോൾ ദാ മഴ പെയ്യുന്നു. സൂപ്പർ കാറ്റ്. ഇന്ന് 28. ഓക്കെ, ഇന്ന് 28ആണ്. അപ്പോൾ നല്ല കാറ്റും. ഞാനൊക്കെ പകുതി ഉറക്കത്തിലായിരുന്നു. എന്തായാലും സമാധാനമായി. ഞങ്ങൾ കാർപ്പറ്റൊക്കെ എടുത്ത് ഉള്ളിലിട്ടു. ശ്രീനിയേട്ടനെ കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കുന്നത്. അതുകൊണ്ട് കാണിക്കണില്ല. ഇവിടെ ഊഞ്ഞാലിലിരിക്കാൻ ഷർട്ടൊന്നും ഇട്ടിട്ടില്ല. ചൂട് ഉള്ളിൽ ഭയങ്കര ചൂടാണ്. ഇവിടുത്തെ ജർമ്മനിയിലെ വീടൊക്കെ തണുപ്പ് കാലത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുള്ള ബിൽഡിങ്സ് ആയിരിക്കുമല്ലോ. ഇവിടെ AC ഫാനോ അങ്ങനൊന്നും, സീലിംഗ് ഫാനോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവിടുത്തെ പഴയ വീടുകളിലൊന്നും വെച്ചിട്ടില്ല. ഈവൻ പുതിയ വീടുകളിൽ AC അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. അപ്പം ഇവിടുത്തെ വീടുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നത് തന്നെ ഇവിടുത്തെ എക്സ്ട്രീം ആയിട്ടുള്ള വിന്ററിനെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ്, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ ഈ വർഷം ഭയങ്കര ചൂടായിരുന്നു. ഞങ്ങളൊക്കെ ഫുൾ സൺടാനായി. കയ്യിലൊക്കെ റാഷസ് വന്നു. ഓൾ ഓവർ യൂറോപ്പ് എനിക്ക് തോന്നി ഈ വർഷം ഭയങ്കര തണുപ്പായിരുന്നു ഗൈസ്. സോ അതൊന്ന് അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് പുറത്തു വന്നത്. ചൂട് എന്ത് ചൂട്? നമ്മുടെ ജർമ്മനി യൂറോപ്പിൽ എപ്പോഴും തണുപ്പല്ലേ. ആ തണുപ്പിനെ അല്ല, ഞാൻ കറക്റ്റാ പറഞ്ഞു. ശ്രീനേട്ട പറഞ്ഞ ഞാൻ എന്താ തെറ്റ് പറഞ്ഞെന്നാ. തെറ്റാണെങ്കിൽ ഞാൻ ബ്ലോഗിൽ എത്തില്ല, ശരിയാണെങ്കിൽ കേട്ടോ. ശരി ഗൈസ്, അടിപൊളി മഴ തുടങ്ങി. സോ റിഫ്രഷിംഗ്. ആലിപ്പഴം വൈകുന്നു ഗൈസ്. ആലിപ്പഴം വെറുക്കാം.
ഇത് കണ്ടോ ഗൈസ്, ബ്ലിങ്ക് ആൻഡ് ബ്ലിങ്ക്. ഇതെന്റെ പുതിയ നോർത്ത് ഇന്ത്യൻ മല്ലുവിന്റെ ഒരു ഓൺലൈൻ ത്രെഫ്റ്റ് ബുട്ടീക്കിന്റെ പ്രീ ലോഞ്ച് ഗിവ് അവേക്ക് പാക്ക് ചെയ്യാനുള്ള സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ Kerala.de മെഗാ ഓണപരിപാടിയാണ് ഓൺ August 22. ഞങ്ങൾ ഇവിടെ ഇല്ല, ബട്ട് കെറാബൈറ്റ്സും കൂടാതെ തന്നെ ബ്ലിങ്ക് ആൻഡ് ബ്ലിങ്ക് ഫ്രം നോർത്ത് ഇന്ത്യൻ മല്ലു ഞങ്ങൾ സ്പോൺസേഴ്സ് ആണ്. വൺ ഓഫ് ദി സ്പോൺസേഴ്സ്. വേറെ കുറെ സ്പോൺസേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പം അന്ന് മലയാളി മംഗമാർക്ക് 5 മലയാളി മംഗമാർക്ക് ഒരു ഗിവ് അവേ ഗിഫ്റ്റ് ഉണ്ട് ഫ്രം ബ്ലിങ്ക് ആൻഡ് ബ്ലിങ്ക്. അതിന്റെ ഒരു പാക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പം ഞാൻ വിചാരിച്ചെന്നാ തേഴ്സ്ഡേയുടെ വ്ളോഗും കൂടെ ഇതിന്റെ കൂടെ കോൺക്ലൂഡ് ചെയ്യാം. 2 ആഴ്ചയും കൊണ്ട് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു വ്ളോഗിന് വേണ്ടിയിട്ട്. പിന്നെ എന്താ വെച്ചാൽ ഒന്നാമതെ നല്ല ചൂട്, രണ്ടാമത് എനിക്ക് കോൾഡും കോഫും ആയിരുന്നു. അതുകൊണ്ടാണ് ഫൈനലി ഫ്രൈഡേയുടെ എപ്പിസോഡ് 4 പോലും എനിക്ക് ഇടാൻ പറ്റാഞ്ഞത്. പിന്നെ എണ്ണം കൊണ്ടായിരുന്നു ഞാൻ വ്ളോഗൊന്നും ഇടാഞ്ഞ്. അതുകൂട്ട് സൗപ്പുക്കുട്ടിക്ക് ഈ ആഴ്ചയാണ് ലാസ്റ്റ് സ്കൂളിലുള്ളത്. ലൈക്ക് ഫ്രൈഡേ July 3 ആണ് അവളുടെ ലാസ്റ്റ് സ്കൂൾ ഡേ, 11th ഗ്രേഡിന്റെ. പിന്നെ August 28 സ്കൂൾ തുറക്കും. അന്നോട്ട് പിന്നെ പുതിയ അക്കാഡമിക് ഇയർ തുടങ്ങുവാണ് അവർക്ക്. 12th പിന്നെ തിരക്കാവും. വൈകുകുട്ടി ഇന്ന് June 29 അവർക്കൊരു സ്കൂൾ ട്രിപ്പ് ഉണ്ട്. വെള്ളിയാഴ്ച തിരിച്ചെത്തത്തുള്ളൂ, July 3 എത്തത്തുള്ളൂ. അപ്പൊ അവള് ഭയങ്കര ഹാപ്പി എക്സൈറ്റഡ് ആയിരുന്നു. നിങ്ങൾ വീഡിയോയിൽ കണ്ടു കാണുമല്ലോ, ഞങ്ങൾ ആക്ഷനിൽ അവൾക്ക് ട്രിപ്പിന് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയത്. അവിടെ ചെന്നതിന് ശേഷം വ്ളോഗ് എടുക്കാൻ മറന്നുപോയി ഗൈസ്. അതും ഒരു പ്രോബ്ലം ആട്ടോ. നമ്മൾ ഈ ഫുൾ ടൈം നമ്മുടെ മൈൻഡ് സെറ്റ് ഇപ്പോഴും ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഒരു വ്ളോഗർ ആയിട്ട് മാറിയിട്ടില്ല. അതുകൊണ്ട് എവിടെങ്കിലും പോയി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒക്കെ സ്റ്റാർട്ടൊക്കെ ചെയ്യും കേട്ടോ. എവിടെ ആ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ മറന്നുപോകും വീഡിയോ എടുക്കാൻ. മേ ബി എനിക്ക് ആ മൈൻഡ് സെറ്റ് ഇതുവരെ ആയിട്ടില്ല ദാറ്റ് ഐ ആം ഓൾസോ എ ഫുൾ ടൈം യൂട്യൂബർ. എനിക്ക് പോകുന്നിടത്തൊക്കെ വ്ളോഗ് എടുക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. അതെനിക്കിനി വരണം ഗൈസ്. ഞാനത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ലെറ്റ് സീ ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് മീ. ഡെയിലി വ്ളോഗൊക്കെ ഇടണമെന്ന് എപ്പോഴും ഞാൻ ആഗ്രഹിക്കും ഗൈസ്. പക്ഷെ എനിക്കതിനുള്ള ഒരു ഐ ഡോണ്ട് നോ ടൈം കിട്ടുന്നില്ല. നമ്മൾ ഇങ്ങനെ ലൈക്ക് വീഡിയോ എടുക്കാനും എഡിറ്റിങ്ങും സ്ക്രിപ്റ്റിങ്ങും എവറിത്തിങ് നമ്മൾ തന്നെയല്ലേ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിനെല്ലാം കൂടെ ടൈം കിട്ടുന്നില്ല. പിന്നെ ഈ ജോലിനെ കുറിച്ച് ചോദിക്കുന്നവരോടൊക്കെ പറയാനുള്ളത്, ഞാൻ ആക്റ്റീവ്ലി സെർച്ച് ചെയ്യുന്നുണ്ട്. കുറച്ച് ഒരു സ്റ്റെപ്പ് ബാക്കോട്ട് എടുത്തേക്കുവാണ്. ബിക്കോസ് ഇത്രയും വർഷം ജോലി ചെയ്തതല്ലേ, അപ്പൊ കുറച്ചൊരു സമയം എനിക്ക് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെക്കുവാണ്. ആദ്യത്തെ ഒരു 2-3 മാസമൊക്കെ ഭയങ്കര ഡിപ്രഷനും സ്ട്രെസ്സും ഒക്കെ ആയിരുന്നു. എനിക്ക് അതൊന്ന് പ്രോസസ് ചെയ്തെടുക്കാൻ ഒരു ബുദ്ധിമുട്ടായി. ബിക്കോസ് നമ്മളൊരു 20-22 ഇയേഴ്സും കൊണ്ട് റെഗുലർലി 9 to 6 ജോബ് ചെയ്തുകൊണ്ട് വന്ന ആ റൂട്ടീനിൽ നിന്ന് മാറുമ്പോൾ ആ ട്രാക്ക് ഒന്ന് മാറുമ്പോൾ ഓഫ് കോഴ്സ് ആർക്കാണെങ്കിലും ഒരു ബുദ്ധിമുട്ട് കാണും. ആ ഒരു ബുദ്ധിമുട്ട് എനിക്കും ഉണ്ടായിരുന്നു. ഞാനൊരു 2-3 മാസം കംപ്ലീറ്റ്ലി സ്ട്രെസ്ഡ് ഔട്ട് ആയിരുന്നു. ഞാൻ ആരോടെയും മിണ്ടത്തില്ലായിരുന്നു. എന്റെ ഫ്രണ്ട് സർക്കിളിൽ നിന്നൊക്കെ ഞാൻ കംപ്ലീറ്റ്ലി ഔട്ടായി. ബിക്കോസ് എനിക്ക് അവരോട് ആൻസർ കൊടുക്കാൻ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. മോർ ദാൻ I don't like sympathy, to be very honest. I don't want people to sympathize. She lost her job, how they will survive. And some people are there who are waiting for point you out or kuttil അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടല്ലോ. സോ I kept this as a secret, and only after a few months after I processed it myself, I started sharing it with very few people who are very close to me or are actually genuinely concerned. അല്ലാണ്ട് ഞാൻ ആരോടെയും പറഞ്ഞിട്ടില്ലായിരുന്നു എന്റെ ജോലി പോയത്. നോട്ട് ഈവൻ ടു മൈ ഫാമിലി, ലൈക്ക് മൈ മോം or my brother or my relatives. Only Srinatan and my kids, they know, and a very close friend of mine who knows about it. അല്ലാണ്ട് വേറെ ആർക്കും ഇതിനെ കുറിച്ച് അറിയില്ലായിരുന്നു. When I completely processed it myself, after that I put a post on LinkedIn. Actually June 30th വരെ എനിക്കിപ്പോഴും ജോലി ഉണ്ട്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം നിങ്ങൾ എൻ്റെ ഈ വ്ളോഗ് കാണുന്ന ദിവസം July 3 ആയിരിക്കും. ചിലപ്പോൾ അന്ന് തൊട്ടാണ് ഞാൻ അൺഎംപ്ലോയിഡ്. പക്ഷേ June 30th വരെ ഞാൻ എംപ്ലോയിഡ് ആണ്. എനിക്ക് സാലറി കിട്ടുന്നുണ്ടായിരുന്നു. ഞാൻ ഗാർഡൻ ലീവിലായിരുന്നു. അപ്പം എനിക്കത് ഇത്ര പബ്ലിക്ലി വന്നിട്ട് ഐ എം അൺഎംപ്ലോയിഡ് എന്ന് എനിക്ക് പറയാനുള്ള ഒരു വോയിസ് റൈറ്റ്സ് ഇല്ലായിരുന്നു. പക്ഷെ ലേ ഓഫ് ആയ കാരണം ഞാനത് ഒന്നുകൂടെ ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോ ചെയ്യേണ്ടി വന്നു. ബിക്കോസ് കുറെ ആളുകൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, ഞങ്ങൾ വരട്ടെ, ഞങ്ങൾക്കൊരു ജോലി ആക്കി തരുമോ. യെസ്, ഇൻ ദ പാസ്റ്റ് ഞാൻ പലർക്കും ജോലി ആക്കി കൊടുത്തിട്ടുണ്ട്. എൻ്റെ ടീമിലാക്കിയിട്ടുണ്ട്. വേറെ എൻ്റെ നെറ്റ്വർക്കിന്റെ ത്രൂ ചിലർക്ക് ഇവിടെ ജോലി ആക്കി കൊടുത്തിട്ടുണ്ട് ജർമ്മനിയിൽ. പക്ഷെ അന്നത്തെ സിറ്റുവേഷൻ അല്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അപ്പൊ എനിക്ക് അവരോട് ഇല്ല എന്ന് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സോ ഐ തോട്ട് one way it's good that I
share my own experience with people, what I have gone through, and how whether it is good or bad, the job market in Germany. അതൊക്കെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. സോ വൺ ആൻസർ ഫോർ ഓൾ. എനിക്ക് പലരോടെയും പലതായിട്ട് പറയണ്ടല്ലോ, അല്ലെങ്കിൽ ഓരോന്നായിട്ട് പറയണ്ടല്ലോ, ഒരുമിച്ച് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞല്ലോ. പക്ഷെ അത് ഒരു ഷോക്കായിരുന്നു പലർക്കും, ബിക്കോസ് പലർക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. സോ ഇപ്പം എനിക്കതിൻ്റെ ഒരു അക്കൗണ്ടബിലിറ്റി ആയി ടു ടെൽ പീപ്പിൾ എനിക്ക് ജോലി ആയോ ഇല്ലയോ, എന്താണ് എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ. സോ ഗൈസ്, ഇപ്പോഴും ഞാൻ ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് സ്ലോ ഡൗൺ ചെയ്തത് ബിക്കോസ് ഞങ്ങൾ നാട്ടിൽ പോവാണ്. ഫോർ ഫ്യൂ വീക്സ് വി വിൽ ബി ഇൻ ഇന്ത്യ. അപ്പോൾ വന്നതിന് ശേഷം ഞാൻ ഒന്നുകൂടെ ആക്റ്റീവായിട്ട് ജോലി നോക്കുന്നതായിരിക്കും. ജോലി കിട്ടിയാൽ ഗുഡ്, ഇല്ലെങ്കിൽ ഐ ഹാവ് പ്ലാൻ എ ആൻഡ് പ്ലാൻ ബി ഇൻ പ്ലേസ്. ഏതെങ്കിലും ഒരെണ്ണം ഞാൻ എടുക്കും. ഐ നോ ഇറ്റ് വിൽ ബി എ ബിഗ് turn. It's a life-changing decision that I will, take in case if I don't get a job. But it's okay. Right now, I'm quite happy and I'm very much focused. എൻ്റെ വിഷൻ എനിക്ക് ക്ലിയർ ആണ്, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത്. പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ ലക്ക്, പിന്നെ ഭാഗ്യം പോലെ ഇരിക്കും. ബട്ട് നമ്മൾ എഫേർട്ട് നമ്മൾ ഇടുന്നത് റെഡ്യൂസ് ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ 200% അല്ലെങ്കിൽ ഫുൾ കൊടുക്കും ടു അച്ചീവ് മൈ ഡ്രീംസ്. ഇപ്പം എനിക്ക് അറിയാം എന്താണ് എനിക്ക് ചെയ്യേണ്ടത്. എനിക്ക് ഈ ഒരു 6 മാസം 9 to 6 ജോബ് ഇല്ലാത്ത സമയത്ത്, അല്ലെങ്കിൽ വർക്ക് ചെയ്യാത്ത സമയത്ത് എനിക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റി. എനിക്ക് കുറേ കാര്യങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ഇഷ്ടമുള്ളതെന്നൊക്കെ ഉള്ളത് അറിയാൻ പറ്റി. എനിക്കതിനെ ഫോക്കസ് ചെയ്തിട്ട് അതിനെ അച്ചീവ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടി. സോ ഞാനിപ്പോൾ അതാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കാം എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന്. ബൈ ദ വേ, ഈ വ്ളോഗ് ഇത്തിരി നീണ്ടുപോകുന്നു. ഞാൻ ഈ വ്ളോഗ് ഇവിടെ നിർത്തുന്നു. എൻ്റെ വ്ളോഗ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, പിന്നെ ഹൈപ്പും ചെയ്യണം. യൂട്യൂബ് ഇസ് നോട്ട് എ ജോബ്, ഇറ്റ്സ് എ സീരിയസ് ബിസിനസ്. അടിപൊളി ഡാൻസ് റീൽസ് ഒക്കെ ആയിട്ട് അടുത്ത ആഴ്ച നമുക്ക് കാണാം കേട്ടോ. സോ ബൈ.